അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിറുസത്വ ചങ്ങായിമാർ, പരിശുദ്ധമായ മുഹറം തിങ്കളിലായിട്ട് കിടന്നങ്ങ് എല്ലാവരുമല്ലോ. പരിശുദ്ധമായ മുഹറം തിങ്കളിലെ ശ്രേഷ്ഠമായ ഫസ്റ്റ് 10 നാളിൽ നങ്ങ ആക്കുണായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോമ്പിടിക്കുമ്പോൾ നീയത്ത് വെക്കുണായ റൂപ്പ ഹിജറ കാലണ്ടർ തുടങ്ങിയത് എങ്ങനെയായിട്ടിക്കടെ ഈ എല്ലാ വിഷയമായിട്ടിക്കടെ ഇൻ്റെ നാനികളൊട്ടിക ചൊല്ലു. അൽഹംദുലില്ലാ, ഞങ്ങളെ കഴിഞ്ഞ ക്ലാസ് ചുമ്മത്ത് ആൽമാറും കേട്ടാറ്. ഞങ്ങളെ ക്ലാസ്സിലെ പിറുസ വെക്കിടങ്ങ ഇത്ര ആൽമാർക്ക് ഇത്ര ഗ്രൂപ്പുകളെല്ലാം അത് എത്തുപാട്ടി സഹകരിക്കിടങ്ങ അതിരെ കീഴിൽ ചുമ്മ വിഷയിച്ചൊന്നിട്ട് ദ്വാർക്കൊണ്ടോട്ട് ഏൽപ്പിച്ചങ്ങ അർഹമുർ റാഹിമീനായ റബ്ബ് അങ്ങലെയും നങ്ങലെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ. എല്ലാ ബേജാറും തീർത്തിട്ട് ഖൈറായ സന്തോഷമുള്ള ജീവിതം പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിറുസത്വ ചങ്ങായിമാർ, മുസ്ലിമീങ്ങളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു വർഷ ഹിജറി കാലണ്ടർ 1446 കഴിഞ്ഞിട്ട് 1447 പുതിയൊരു വർഷത്തിലായിട്ടിക്കടെ ഞങ്ങൾ എല്ലാവരുമുള്ള അല്ലാഹു തആല ഈ ഒരു പുതിയ വർഷ എല്ലാ നിലക്കും ഞങ്ങൾക്ക് ഖൈറുള്ള ബറക്കത്തുള്ള സമാധാനമുള്ള ഒരു വർഷമാക്കി തരുമാറാകട്ടെ. പരിശുദ്ധമായ മുഹറം തിങ്കളായിട്ടിക്കടെ തുടങ്ങിയത് ഈ ബട്ട മുഹറം തിങ്കളെ തുടങ്ങിയത് ഗൊന്താമತ್ತು കൊറിയ ലേറ്റായിട്ട് പൗലുകായിട്ടിക്കടെ ഞങ്ങൾക്ക് എല്ലാവർക്കും മുഹറം ആയിട്ടുണ്ട് ഗൊന്തായത്. അപ്പോൾ ആ വിഷയത്തിൽ ഞങ്ങൾ ആരും ടെൻഷൻ ആക്കിടതാവട്ടെ, ഗഡിബിടി ആക്കിടെ ഒരു അഗത്യവും ഇല്ലാണ്ടായിട്ട്. കാരണം കാദിമാർക്ക് ജാവുകയെ എന്താക്കത്ത് മുഹറം ഒന്നുകൊണ്ട് വിധിക്കാത്ത ആയെങ്കിലും അതങ്ങനെ സൂക്ഷ്മത്തിൻ്റെ ഭാഗമായിട്ട്, കാരണം അതൊക്കെ വേനായിട്ടുള്ള ആ ഒരു സാക്ഷി ആധാരം കൃത്യമായിട്ട് കിട്ടാത്ത കൊണ്ടായിട്ടിക്കടെ ജാവുക അങ്ങ് വിധിക്കാത്തത് സ്വഭയാമത്തുകോ അതൊക്കെ കൃത്യമായിട്ട് വേനായ പോലത്തെ ആ ഒരു സാക്ഷിയെല്ലാം കിട്ടിട്ടാമത്തുകായിട്ടിക്കടെ അങ്ങ് മുഹറം ഒന്നുകൊണ്ട് വിധിക്കരുത്. അതങ്ങനെ സൂക്ഷ്മത്തിൻ്റെ ഭാഗമായിട്ട്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ കാദിമാർ ദൂരാവട്ടെ, അങ്ങനെ കീഴാക്കണിക്കത്തെ ഒരു പലക്ക ഞങ്ങളുടെ ബായിൽ നിന്നിട്ട് ബറകു തീർ അങ്ങനെ ആരെങ്കിലും ചൊല്ലാണ്ട് കണ്ടെങ്കിൽ അങ്ങ് ഇസ്ലാമിയുടെ ഈ ഒരു വിഷയത്തിൽ യാതൊരു നിലക്കുള്ള നോളേജ് ഇല്ലാണ്ട് ഞങ്ങൾ അർത്ഥാക്കിയ മയ്യാവും. അള്ളാഹു താല ഞങ്ങളെ കാദിമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ ഇത്താവിടുത്തെ ലേറ്റായിട്ടാകുമ്പോത്തുകോ ഞങ്ങൾക്ക് നോമ്പിടിക്കോ നിരിച്ചിട്ട് ഇന്ന നോമ്പിടിക്കോ ആയില്ലാണ്ട് മുഹറം ഒന്നിലെ നോമ്പിടിക്കോ ആയില്ല ചൊന്നിങ്ങ ഉള്ളാറ് അതൊക്കെ ഞങ്ങൾ ബേജാറാക്കുകയില്ല. അങ്ങനെ ഒരു നെയ്യത്ത് ഞങ്ങൾക്ക് ഇന്ത്യന് കണ്ടെങ്കിൽ പടച്ച റബ്ബ് ആ നെയ്യത്തുള്ള പ്രതിഫലം ഞങ്ങൾക്ക് തണ്ടാണ്ടായിട്ടിക്കടെ. അതുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങൾ ഗടിപിടി ആക്കിടതാവട്ടെ, ടെൻഷൻ ആക്കിടെ ഒരു അഗത്യവും ഇല്ലാണ്ടായിട്ടിക്കടെ. ഇനി പുതിയൊരു ഹിജറ കാലണ്ടർ തുടങ്ങിയത് എങ്ങനെയായിട്ടിക്കടെ അതും കൂടി ഞങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കണായി കണിക്കത്ത ഒരു വിഷയമായിട്ട്. പണ്ട് കാലത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലിൽ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കാലത്തിൽ ഏതൊരു ഡേറ്റ് നോക്കിക്കൊണ്ടിരുന്നത് അതുക്ക് മുന്നിലായിട്ട് എന്തെങ്കിലും ഒരു ഘട്ടന നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഘട്ടനെ ആസ്പദമാക്കിയിട്ട് ഇന്നാലിൻ്റെ ഘട്ടന നടന്നിട്ട് 34 44 ഇങ്ങനത്തെ ഒരു കാര്യം അങ്ങനെ ആയിട്ടിക്കടെ ഡേറ്റ് നോക്കിക്കൊണ്ടിരുന്നത്. അതേ സമയത്തിൽ മഹാനായ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലത്തിൽ അതാ മഹാനായിട്ടുള്ള അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു വലിയൊരു സ്വഹാബിയായിട്ടിക്കടെ നബിത്തങ്ങളുടെ കാലത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാലത്തിലും ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തിലെല്ലാം പല ജാഗിലെ ഗവർണറായിട്ട് സേവയാക്കി ഗണിക്കത്തെ ഒരാളായിട്ടിക്കടെ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹുവിന് ചൊല്ലിക്കത്തെ ആ ഒരു സ്വഹാബി. അയാൾ ഉമർ റളിയല്ലാഹുവിന് ഒരു ലെറ്റർ എഴുതരുത്. എന്തൊരു ലെറ്ററും ചൊന്നതിന് കണ്ടെങ്കിൽ നിങ്ങൾക്ക് പല വിഷയവും നിങ്ങൾ ലെറ്റർ എഴുതാറ് ആ ലെറ്റർ നിങ്ങൾക്ക് ഇട്ടിട്ട് ആ തീരുമാനം പാസ്സാക്കുമ്പോഴത്തേക്കോ അതിൽ ഡേറ്റ് കൊന്താവത്ത് കൊണ്ട് ഏത് ഫസ്റ്റ് നിങ്ങൾ പാസ്സാക്കണോ ഏത് പിന്നെ നിങ്ങൾക്ക് പാസ്സാക്കണോ കൊന്തായോട്ടില്ല. അതുകൊണ്ട് ഒരു കാലണ്ടർ സിസ്റ്റം നിങ്ങൾ കൊണ്ടുവരണോ ചെന്നിട്ടോ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു മഹാനായിട്ടുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ ഒരു ലെറ്റർ കടത്തിട്ടാമോ ഉമർ റളിയല്ലാഹു അൻഹു കൊന്താവോട് ഇതൊരു കറക്റ്റായിട്ടുള്ള എനിക്കത്തെ ഒരു വിഷയമായിട്ട് ഒരു അഭിപ്രായമായിട്ടിക്കടെ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്താക്കടെ മദീനത്തിലുള്ള എനിക്കത്തെ പ്രധാനപ്പെട്ട സ്വഹാബിമാരെല്ലാം വിളിച്ചിട്ട് അങ്ങനെ ഈ വിഷയത്തിൽ ഡിസ്കസ് ആക്കടെ. അപ്പോൾ അങ്ങനെ ചൊല്ലാറ് ഒക്കെ ഞങ്ങൾക്കൊരു കാലണ്ടർ സിസ്റ്റം അഗത്യമുണ്ടോ, ഒരു ഡേറ്റ് ഒന്നാമത്തെ ഡേറ്റ് എപ്പോൾ ഏതുണ്ട് അങ്ങ് കൊന്താവണോ അതൊക്കെ വേനായിട്ട് ഞങ്ങൾ ഒരു കാലണ്ടർ റെഡി ആക്കണോണ്ട് അങ്ങും കൊന്താവണം. അപ്പോൾ ഏത് വിഷയത്തെ ആസ്പദമാക്കിയിട്ടായിട്ടിക്കടെ ഏത് വിഷയത്തെ മുന്നിൽ വെച്ചിട്ടായിട്ടിക്കടെ ഞങ്ങൾ ഒന്നാമത്തെ ഡേറ്റ് കണക്കാക്കണത്. അപ്പോൾ ചില സ്വഹാബിമാർ ചൊന്നാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഒരു ജനിച്ച് ജന്മനാളുണ്ടല്ലോ അണ്ടത്തെ ആ ഒരു ഡേറ്റ് വെച്ചിട്ട് ഞങ്ങൾ കണക്കാക്കുക. ചില സ്വഹാബിമാർ ചൊന്നാർ നബി തങ്ങൾ വഫാത്തായത് നോക്കിയിട്ട്, ചില ആൾമാർ ചൊന്നാർ നബി തങ്ങൾ നുബുവത്ത് കിട്ടിയ വിഷയം നോക്കിയിട്ടാക്കുവാണ്ട്. അപ്പോൾ മഹാനായിട്ടുള്ള ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലു അതേതും വേണ്ട ഞങ്ങൾ ഹിജറ കണക്കാക്കിയിട്ട് ഹിജറ നടന്ന കണിക്കത്ത് ആ ഒരു ഘട്ടന കണക്കാക്കിയിട്ട് അതിൽ പിന്നെ ഒന്നാമത്തെ ഡേറ്റായിട്ട് ഞങ്ങൾ കണക്കാക്കുക. കാരണം അൽ ഹിജറത്തു ഫറഖത്ത് ബൈനൽ
ബൈനൽ ഹഖി വൽ ബാത്തിൽ. ഹിജ്റാൻ ചൊന്ന നബിത്തങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് കാണാം. ഒരു ഹക്കും ബാത്തിൻ്റെ ഇടയിൽ ആ ബേരായത് ആ ഹിജ്റ കൊണ്ടുണ്ടായിട്ടിക്കടെ. അപ്പോൾ ഹിജ്റ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടിക്കടെ. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കത്തെ ഹിജ്റ പോയിട്ട് മദീനത്തേക്ക് എത്തിയിട്ടാവ ഫസ്റ്റ് നബിത്തങ്ങ ഉണ്ടാക്കിയ പള്ളി കുബാ മസ്ജിദ് ആയിട്ടിക്കടെ. ഈ കുബാ മസ്ജിദ് ഇരിക്കുമ്പോഴത്തേക്കോ ഇറങ്ങിയ ഒരു ആയത്തുണ്ട്. ആയത്ത് ഇങ്ങനെ ആയിട്ടിക്കടെ, ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലിയും, ഫസ്റ്റ് നാളില് അതാ ഈ ഒരു തഖ്വയുടെ മേൽ നിർമ്മാണാക്കി എനിക്കെത്ത പള്ളി. അവിടെ അവ്വലിയും ഫസ്റ്റ് നാളിട്ടായിട്ടിക്കടെ അള്ളാഹു തആല മെൻഷൻ ആക്കിയത്. അതുകൊണ്ട് ആ ഒരു ഹിജ്റ കഴിഞ്ഞിട്ടുള്ള ആ നാളാവട്ടെ ഡേറ്റ്, ഒന്നാമത്തെ ഡേറ്റ് ചൊല്ലിയത്. അതിൽ പിന്നെ ആവട്ടെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊന്തു. അങ്ങനെ ആയിട്ടിക്കടെ ഈ ഒരു ഹിജ്റ ആസ്പദമാക്കിയിട്ട് ഇങ്ങനത്തെ ഒരു കാലണ്ടർ മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തിൽ ഉണ്ടാവുന്നത്. അതേ സമയത്തിൽ ഒരു കാര്യം കൂടി ഞങ്ങൾ അർത്ഥാക്കണം. ഹിജ്റ നടന്നത് സഫർ 27 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മക്കയിൽ നിന്ന് ഹിജ്റ തുടങ്ങുന്നത് സഫർ 27 ആയിട്ടിക്കടെ. അങ്ങനെ ഗാറസൂർ 3-4 വെച്ചിട്ട് അങ്ങനെ ആയിട്ടിക്കടെ മദീനത്ത് ഇൻ്റെ മസ്ജിദുൻ നബിയുള്ള എനിക്കത്തെ ജാഗെ നബിത്തങ്ങ എത്തിയത് റബിയുൽ അവ്വൽ 12 ആയിട്ടിക്കടെ. പിന്നെ എങ്ങനെ ആയിട്ടിക്കടെ ഈ മുഹറമിൽ നിന്നിട്ട് ഈ ഒരു കാലണ്ടർ തുടങ്ങുന്നത് മുഹറം 1-ാമത്തെ തിങ്കളാകൂല്ലേ കാണ എന്തരയായിട്ടിക്കടെ. അപ്പോൾ ഇതുക്കുമുള്ള ഒരു കാണുണ്ട്. സ്വഹാബത്തുൽ കിറാം ഈ വിഷയത്തിൽ ചർച്ചയാക്കിയത് കാണ്ട് ഫസ്റ്റ് ഏത് തിങ്കളായിട്ടിക്കടെ നിങ്ങൾ കണക്കാക്കുന്നത് ചൊല്ലുമ്പോഴത്തേക്ക് ചില സ്വഹാബിമാരവിടെ ചൊന്നത് കാണ്ട് റബിയുൽ അവ്വലാവും, ചില സ്വഹാബിമാർ റമളാനാവും ചൊന്നിട്ടാമോ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത് അത് വേണ്ട, പരിശുദ്ധമായ മുഹറം തിങ്കളാവും. കാരണം ഈ മുഹറം തിങ്കൾ ഫസ്റ്റ് ഒരു തിങ്കളായിട്ട് പുതിയ വർഷത്തെ 1-ാമത്തെ ഒരു തിങ്കൾ മുഹറമായിട്ട് കണക്കാക്കുകയായിട്ട് രണ്ട് കാരണങ്ങളായിട്ട് ഇവിടെ. 1-ാമത്തത് മുഹറം തിങ്കൾ ചൊന്നതിന് കണ്ടെങ്കിൽ യുദ്ധം ഹറാമായ അർബഅത്തുൻ ഹുറും, യുദ്ധം ഹറാമായ കണിക്കത്തെ 4 തിങ്കളിൽ ഒരു തിങ്കളായിട്ട് ഇവിടെ ഈ മുഹറം തിങ്കൾ ചൊല്ലിയത്. അപ്പം ഈ മുഹറം തിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ശ്രേഷ്ഠതയുണ്ട്. അതേപോലെ ഈ മുഹറം തിങ്കളും ചൊന്നതിന് കണ്ടെങ്കിൽ പരിശുദ്ധമായ ഹാജിമാർ ഹജ്ജെല്ലാം ആക്കിയിട്ട് അങ്ങ് റായത്തേക്ക് പണ്ട് കണിക്കത്ത ഒരു ടൈം ആയിട്ടിക്കടെ. അപ്പോൾ അങ്ങ് ഹജ്ജെല്ലാം കഴിഞ്ഞിട്ട് പുറമ്പത്തുക്കോ ആ ഒരു പുതിയൊരു അവസ്ഥയായിട്ടിക്കടെ ഇക്കടത്. അതുകൊണ്ടിട്ടായിട്ടിക്കടെ ആ ഒരു മുഹറം തിങ്കളാവട്ടെ ഒരു പുതിയ വർഷം ചൊന്നിട്ടോ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നത്. മാത്രമല്ല ഈ ഹിജ്റ സംബന്ധമായിട്ടുള്ള ആലോചന നടക്കുന്നത് അത് ഈ മദീനത്തുള്ള എനിക്ക് താൽമാർ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബൈഅത്താക്കിയതെല്ലാം ദുൽഹിജ്ജ തിങ്കൾ ലാസ്റ്റ് ടൈം ആയിട്ടിക്കടെ. അപ്പോൾ അതുകൊണ്ട് എല്ലാ നിലക്കും ഒരു പുതിയ വർഷം തുടങ്ങുമ്പോഴത്തേക്ക് അതിൽ ഫസ്റ്റ് തിങ്കൾ എല്ലാ നിലക്കും മുഹറമാവണോട്ട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചൊന്നത്. അങ്ങനെയായിട്ടിക്കടെ ഹിജ്റ വർഷത്തെ ഫസ്റ്റ് തിങ്കൾ മുഹറമാവില്ല കാണണം. അപ്പോൾ ഈ കാര്യമെല്ലാം ഞങ്ങൾ അർത്ഥാക്കി വെക്കണായ ഗണിക്കത്തെ ഒരു വിഷയമായിട്ടിക്കടെ. ഏതായിട്ടും പരിശുദ്ധമായ മുഹറം തിങ്കൾ തുടങ്ങിയത്. മുഹറം തിങ്കളെ ഫസ്റ്റ് 4 മുഹറം തിങ്കളെ ശ്രേഷ്ഠമായ ഗണിക്കത്തെ ഒരു തിങ്കളായിട്ടിക്കടെ. അപ്പോൾ അതിലുള്ള ഫസ്റ്റ് 10 നാൾ വർഷത്തിൽ 3-10 നാളുകൾ വലിയ ശ്രേഷ്ഠത്തെ കൊണ്ടുകൊണ്ട് ഞങ്ങൾ ചൊന്ന വിഷയമായിട്ടിക്കടെ. അതിൽ ഒരു 10 പരിശുദ്ധമായ മുഹറം തിങ്കളെ ഫസ്റ്റ് 10 ആയിട്ട് വൽ ഫജ്രി വലയാലിൻ അശ്ർ 10 നാൾ അല്ലാഹു തആല സത്യയിട്ടത് അത് മുഹറമിന്റെ ഫസ്റ്റ് 10 നാളായിട്ടിക്കടെ ചൊന്ന ഗണിക്കത്തെ മുഫസ്സിരിങ്ങളെ ഞങ്ങൾ കണ്ട. അപ്പോൾ ശ്രേഷ്ഠമായ ഒരു 10 നാളായിട്ടിക്കടെ മുഹറമിന്റെ സ്റ്റാർട്ടിങ്ങിടെ 10 നാളും ചൊല്ലത് നല്ലോണം ഞങ്ങൾ ബഹുമാനിക്കുക. 1-ാമത്തെ ഞങ്ങൾ ആക്കുണായത് പടച്ചോണ് ബഹുമാനിച്ച നാളുങ്ങ ഉണ്ട്, അതിൽ നല്ലോണം ബഹുമാനിക്കുക. ഈ 10 നാൾ ഞങ്ങൾക്ക് എത്ര നല്ല കാര്യങ്ങളാക്കുക അവിടെ അത്ര കണ്ടിട്ട് ഞങ്ങൾ നല്ല കാര്യങ്ങളാക്കുക, തപ്പിൽ നിന്നിട്ട് ദൂരെ നിൽക്കുക. അതേപോലെ പരിശുദ്ധമായ മുഹറം തിങ്കൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട ഒരാളെ ഒരു സ്വഹാബി വന്ന് കേൾക്കടല്ലേ നബി റമളാനെ കഴിഞ്ഞെങ്കിൽ നോമ്പിടിക്കോ ശ്രേഷ്ഠമായ തിങ്കൾ ഏതിന് കേട്ടിട്ടാകുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നേ പരിശുദ്ധമായ മുഹറം തിങ്കൾ ഇട്ടായിട്ടിക്കടെ. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി ചൊന്നതായിട്ടിക്കടെ പരിശുദ്ധമായ റമളാനെ കഴിഞ്ഞതിൻ്റെ കണ്ടെങ്കിൽ നോമ്പിടിക്കോ ശ്രേഷ്ഠമായ തിങ്കൾ യുദ്ധം ഹറാമായിട്ടുള്ള ഖുർആൻ ചൊന്ന കണിക്കത്തെ 4 തിങ്കളായിട്ടിക്കടെ. അതിലും ശ്രേഷ്ഠമായത് പരിശുദ്ധമായ മുഹറം തിങ്കളായിട്ടിക്കടെ. മുഹറം തിങ്കൾ ഫുള്ളായിട്ട് നോമ്പിടിക്കുക, നോമ്പിടിക്കുക. അതല്ലെങ്കിൽ ഫസ്റ്റ് 10 സാധ്യമാവിടെ ഫസ്റ്റ് 10 നാൾ നോമ്പിടിക്കുക. അതല്ലെങ്കിൽ ആശുറ താസ്വ ഒലിമ്പ 10 ആ ഒരു നോമ്പിടിക്കുക. ഇനി അതും സാധ്യമാവില്ലെന്നുണ്ടെങ്കിൽ ആ 10 നോമ്പെങ്കിലും ഞങ്ങൾ മിസ്സാക്കൂ തീരാനായിട്ടിരിക്കണം. അപ്പോൾ ഈ ഫസ്റ്റ് 10 നാൾ ഞങ്ങൾ നോമ്പിടിക്കുന്നതിന് കണ്ടെങ്കിൽ പ്രധാനപ്പെട്ടത് അവിടെ ശ്രദ്ധിക്കണമായി നീയത്തായിട്ടിരിക്കണം. ഇപ്പോൾ മുഹറം 1 നോമ്പിടിക്കുമ്പോൾ മുഹറം 1 സുന്നത്ത് നോമ്പോ അള്ളാഹു തആലക്ക് വേനായിട്ട് നാം പിടിക്കുക. മുഹറം 2 മുഹറം 2 സുന്നത്ത് നോമ്പോ അള്ളാഹു തആലക്ക് വേനായിട്ട് നാം പിടിക്കുക. അങ്ങനെ നീയത്ത് വെച്ചെങ്കിൽ ഇനിയിപ്പോൾ തിങ്കളാസ് വരുമ്പോൾ അതിൽ തിങ്കളാസിൽ
നോമ്പുടെയും നാ നീയത്ത് വെക്കടെ, ബാലാസ് പറയുമ്പോൾ ബാലാസിര സുന്നത്ത് നോമ്പുടെയും നാണ് കരുതനായിട്ട് അങ്ങനെ ഒട്ടികയായിട്ട് നീയത്ത് വെച്ചെങ്കായത്. അതേപോലെ ഖളാ ആയിട്ട് റമദാനിലെ ഖളാ ആയ നോമ്പ് ഇന്നേനെ കണ്ടെങ്കിൽ ആ ഖളാ ആയ നോമ്പും കൂടി നാണ് ഇതിൽ പിടിക്കാൻ ചൊന്നിട്ടോ നീയത്ത് വെച്ചായിട്ട് കണ്ടെങ്കിൽ ഈ എല്ലാ കാര്യവും ഈ എല്ലാ നോമ്പും കിട്ടുന്നുണ്ടായിട്ടിക്കടെ. അപ്പോൾ ഈ കാര്യമായിട്ടിക്കടെ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണായി കണിക്കത്തെ ഒരു വിഷയം ചൊല്ലത്. അതേപോലെ രണ്ടാമത്തെ ധാരാളമായിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലാണ്ടായിട്ട്, കാരണം പടച്ച റബ്ബ് നല്ലോണം ദോഷങ്ങൾ പൊറുക്കണ കണിക്കത്തെ നാളായിട്ടിക്കടെ. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ആ ഒരു തൗബ സ്വീകരിച്ച കണിക്കത്തെ ഒരു തിങ്കളുമായിട്ടിക്കടെ പരിശുദ്ധമായ മുഹറം തിങ്കളും ചൊല്ലത്. അതുകൊണ്ട് ധാരാളമായിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലാം. അതേപോലെ ഈ ഒരു ദുആ എല്ലാ നാളും 3 വട്ട ഈ ഒരു ദുആ ചൊല്ലാണ്ടായിട്ടിക്കടെ. ഈ ഒരു ദുആയുടെ അർത്ഥം ചൊന്നതിന് കണ്ടെങ്കിൽ ശൈത്താന്റെ ഷർറിൽ നിന്നിട്ടും അതേപോലെ നിങ്ങൾ ശരീരത്തിൽ നിന്ന് പണ്ട് കണിക്കത്തെ തപ്പിൽ നിന്നിട്ടും കാവൽ കേൾക്കലായിട്ടിക്കടെ പ്രധാനമായിട്ടും ഈ ഒരു ദുആയുടെ അർത്ഥം ചൊല്ലത്. അപ്പോൾ ആ ഒരു അർത്ഥമെല്ലാം മനസ്സിൽ കരുതിയിട്ട് എല്ലാ നാളും ഒരു 10 നാൾ 3 വട്ട എല്ലാ നാളും ഈ ഒരു ദുആർക്കുക. അതേപോലെ നങ്കുൽ ഗുന്തുൽ കണിക്കത്തെ ദിക്റുങ്ങ ചൊല്ല, ധാരാളമായിട്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓത, ആയത്തുൽ കുർസി ഓത. ഈ എല്ലാ കാര്യങ്ങൾ ചതുര ഒട്ടിക ഞങ്ങൾ തീരത്ര സ്വതക്കകൾ കൊടുക്കുക. സ്വതക്കത്തും വലിയ പ്രതിഫലമുള്ള കണിക്കത്തെ ഒരു 10 നാളുമായിട്ടിക്കടെ ഈ 10 നാളും ചൊല്ലത്. അതുകൊണ്ട് ധാരാളമായിട്ട് ഈ കാര്യങ്ങളിൽ ഞങ്ങൾ ചെയ്യുക. കാരണം എന്തെങ്കിൽ ഞങ്ങൾ വർഷത്തെ തുടക്കമായിട്ടിക്കടെ ആ തുടക്കം ഞങ്ങൾ ധാരാളം നന്മകൾ ചെയ്താണ് കണ്ടെങ്കിൽ പടച്ചിറപ്പ് ആ വർഷമേ ഞങ്ങൾക്ക് വലിയ ബറക്കത്തുള്ള കണിക്കത്തെ സമാധാനമുള്ള കണിക്കത്തെ ഒരു വർഷമാക്കി തണ്ടാൻ ചൊല്ലിയത് യാതൊരു സംശയവും ഇല്ലാണ്ടായിട്ടിക്കടെ. ഇൻഷാ അല്ലാഹ് ആശുറ താസ്വ അന്നത്തെ വിഷയ അണ്ടാക്കുന്ന ആ കാര്യമല്ല ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഡേ ക്ലാസ്സിൽ ഞങ്ങൾക്ക് ചൊല്ല. അല്ലാഹു തആല ഈ ഒരു വർഷം ഞങ്ങൾക്ക് എല്ലാ നിലക്കും ബറക്കത്തുള്ള സമാധാനമുള്ള ഖൈറുള്ള വർഷമാക്കി തരുമാറാകട്ടെ. ഞങ്ങൾ എല്ലാ ബേജാറും തീർത്തിട്ട് ഖൈറും സന്തോഷവും ജീവിതം അല്ലാഹു തആല ഞങ്ങൾക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.